മാധ്യമപ്രവർത്തകനായിട്ടുള്ള പി കെ സലാമാണ് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പലപ്പോഴും അതിനെക്കുറിച്ച് അവലോകനം ചെയ്യുകയും വിവിധ മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് പ്രതികരണങ്ങൾ അറിയിക്കുകയും ചെയ്യുന്ന ആളാണ്. ആ നിലക്ക് കേരളത്തിൽ നമ്മൾ ഇന്ന് വളരെ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് ബാംഗ്ലൂരിലെ ഈ ഫക്കീർ നഗറിലും യലഹങ്കയിലും ആളുകളെ കുടിയൊഴിപ്പിച്ചു. ആളുകൾ ഇടപെട്ടു. കേരളത്തിൽ നിന്ന് വിവിധ പാർട്ടികൾ CPM, മുസ്ലിം ലീഗ്, മറ്റു പാർട്ടികളൊക്കെ ഇടപെട്ടു. അതുപോലെ തന്നെ കർണാടകയിലെ രാഷ്ട്രീയക്കാരും ഇടപെട്ടു. പിന്നെ AICC ഇടപെട്ടു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ആ സമരം ഒരു വിജയത്തിൻ്റെ ഘട്ടത്തിലേക്ക് വന്നു. അവർക്ക് ഫ്ലാറ്റുകൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനത്തിലെത്തി. അത് പൊതുവെ നല്ലൊരു ഡെവലപ്മെൻറ്റാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ സലാമിനോട് ചോദിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ സർക്കാരിൻ്റെ വിവിധ വികസന പരിപാടികൾക്ക് വേണ്ടി, ഉദാഹരണമായിട്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈനിന് വേണ്ടി, ഈ മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരെയും ജനങ്ങൾ, അതിൻ്റെ ഇരകൾ പ്രതിഷേധിക്കുകയുണ്ടായി. അപ്പോൾ കേരളത്തിലുണ്ടായ ഒരു സമീപനവും അവിടെ ഉണ്ടായിരുന്ന കർണാടകയിലുണ്ടായിരുന്ന സമീപനവും അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ പ്രത്യേകിച്ചും ഇപ്പോൾ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇപ്പോൾ നിലവിലുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവിടെ ഒരു നിർഭാഗ്യകരമായ സംഭവം ആണ് യലഹങ്കയിലെ ഫക്കീർ നഗറിൽ വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അനധികൃതം എന്ന് ഗവൺമെൻറ് പറയുന്ന, ഗവൺമെൻറ് ഇതിൻ്റേത് ഭൂമി എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യന്മാരെ രാത്രി വന്ന് ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിച്ചെടുത്ത ഒരു സംഭവം. ഈ ഒരു സംഭവം ഇപ്പോൾ എത്തി നിൽക്കുന്നത് അവിടുത്തെ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാം എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന, അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഉപമുഖ്യമന്ത്രിയും അവിടുത്തെ ഭവന വകുപ്പ് മന്ത്രിയുമൊക്കെ സ്പോട്ടിൽ പോയി അവിടുത്തെ ആളുകളെ കണ്ട് ആ കാര്യങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന, താരതമ്യേന ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലാണ്. ഉത്തരേന്ത്യയിലൊക്കെ സംഘപരിവാർ ഗവൺമെൻറ് യാതൊന്നും. അതെ, നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ കാണേണ്ട, കേരളത്തിൽ അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഉന്നയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള, നമ്മൾ എല്ലാ കോൺഗ്രസ് ഗവൺമെൻറ്റുകളൊന്നും പറയണ്ട, ഇപ്പോൾ കർണാടകയിലുള്ള സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റല്ല ഈ ബംഗളൂരുവിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ഈ സംഭവം നടക്കുന്നത് യോഗിയുടെ ഉത്തർപ്രദേശിലോ ബുദ്ധദേവ് ഭട്ടാചാര്യരുടെ ബംഗാളിലോ, എന്തിന് പിണറായി വിജയൻ്റെ കേരളത്തിലോ ആണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇതുപോലെ ഒരു ഒഴിപ്പിക്കൽ ആവശ്യമായി വരികയും ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ച് ആളുകൾ ഒഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അതിൻ്റെ പ്രതികരണം? അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ, അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ, യുവജന സംഘടനകളുടെ, മാധ്യമങ്ങളുടെയൊക്കെ പ്രതികരണം എന്താകുമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. സംശയവുമില്ല. എന്താണ്? അവിടുത്തെ മനുഷ്യന്മാർ ഭീകരവാദികളാകുമായിരുന്നു. അവിടുത്തെ മനുഷ്യന്മാർ നുഴഞ്ഞു കയറ്റക്കാരാകുമായിരുന്നു. അവിടുത്തെ മനുഷ്യന്മാർ തീവ്രവാദികളാകുമായിരുന്നു. അവിടുത്തെ മനുഷ്യന്മാർ മാവോയിസ്റ്റുകൾ ആകുമായിരുന്നു. ഏത് വിധേനയും കണ്ടാൽ വെടിവെച്ച് കൊല്ലേണ്ട മനുഷ്യന്മാരാണ്. വിട്ടുപോയി ജമാഅത്തെ ഇസ്ലാമി. അതെ, അത് കേരളത്തിലേക്ക് വരുമ്പോഴത്തെ കാര്യമാണ്. കേരളത്തിലേക്ക് വരും. പിന്നെ മുസ്ലിം ലീഗിൽ നുഴഞ്ഞു കയറിയ ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കുമായിരുന്നു. അതിനൊരു 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ. അല്ല, അത് നമുക്ക് അതിലേക്ക് വരണം. പക്ഷേ ഒരു കാര്യം കൂടി തീർത്തിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമായിരുന്നു. അതിനും പുറമെ അവരെ ഒഴിപ്പിക്കാനും അവിടുന്ന് ആട്ടി ഓടിക്കാനും ഇറങ്ങിത്തിരിക്കുക ഭരിക്കുന്ന സംഘടനയുടെ യുവജന നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ ആളുകളുമാകുമായിരുന്നു, പോലീസ് മാത്രമല്ല. അതാണ് നമ്മൾ
മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ പരിശോധിച്ചെടുക്കണം. കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ തന്നെ ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് പലതരത്തിൽ ആവശ്യമായി വരുന്ന ഘട്ടങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതേപോലെ തന്നെ കാട് കയ്യേറിയവർ, പൊതുഭൂമി കയ്യേറിയവർ, അങ്ങനെ വീടില്ലാത്ത മനുഷ്യന്മാർ, പലതരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ കിട്ടുന്ന ഭൂമിയിൽ താമസിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയെ പോലെ ദരിദ്രർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അപൂർവമായ കാര്യമല്ല. അപ്പോൾ കേരളത്തിലേക്ക് പോരാ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ചെങ്ങറയിലൊരു സമരമുണ്ടായി. ചെങ്ങറ ഭൂസമരം. ചെങ്ങറ ഭൂസമരം ഉണ്ടായത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കും. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ചെങ്ങറയിൽ ഭൂസമരം ഉണ്ടായി. അവിടെ നിരവധി കുടുംബങ്ങൾ, 300-ലധികം കുടുംബങ്ങൾ ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിൽ അതിൽ കയ്യേറിയ ആളുകൾ താമസം. അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ അവിടുത്തെ ഈ കയ്യേറിയ ആളുകൾ ലാഹ ഗോപാലൻ്റെ നേതൃത്വത്തിൽ ദളിതരാണ് മിക്കവാറും ഇതിലുണ്ടായിരുന്നത്. ഭൂരഹിതരായ ദളിതരാണ്. ആ ഭൂരഹിതരായ ദളിതർ അവിടെ കയറി താമസിപ്പിച്ചപ്പോൾ അവരെ ഇറക്കി വിടാൻ വേണ്ടി പോലീസിൻ്റെ വലിയ സന്നാഹമാണ് വന്നത്. ആ പോലീസിൻ്റെ വലിയ സന്നാഹം വന്നിട്ട് ഈ അവിടുത്തെ ജനങ്ങളെ ആക്ഷേപിക്കുക മാത്രം. അവിടെ ആക്ഷേപിക്കുക ഏത് വി എസ് അച്യുതാനന്ദൻ പോലും അവരെ വിളിച്ചത് നക്സലൈറ്റുകൾ, അവരെ റബ്ബർ കള്ളന്മാർ എന്ന് ആര് വിളിക്കുന്നത്? വി എസ് അച്യുതാനന്ദൻ. നമ്മളിവിടെ വളരെ പുരോഗമനപരമായ അടിസ്ഥാന വർഗത്തോട് താല്പര്യമുള്ള ആൾ എന്നൊക്കെ വിശ്വസിക്കുന്ന വി എസ് അച്യുതാനന്ദൻ പോലും ഈ ആളുകളെ വിശേഷിപ്പിച്ചത് നക്സലൈറ്റുകൾ എന്നും. ഇത് മാത്രമല്ല, CITUവിൻ്റെ നേതൃത്വത്തിൽ അവിടേക്ക് പോകുന്ന വഴി ഉപരോധിക്കുക, അവിടേക്കുള്ള വെള്ളം ഉപരോധിക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക, അവിടുത്തെ ആളുകൾക്ക് സാധനങ്ങൾ, പീടികകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ അവരെ പട്ടിണിക്കിടുക. ഇതൊക്കെ ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമി കയ്യേറിയ ദളിതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് നേരെ കേരളത്തിലുണ്ടായതാണ്. അതും വി എസ് അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ അവർ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്നത്. ഇതൊരു സംഭവമല്ല. ഇപ്പോൾ മൂലംപള്ളി, ഇതും വി എസിൻ്റെ കാലത്ത് തന്നെ 2008 മൂലംപള്ളിയിൽ നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി ഒഴിപ്പിച്ചെടുത്ത മനുഷ്യന്മാർ, അവിടുത്തെ മനുഷ്യന്മാരും ഇതേ രീതിയാണ് സ്വീകരിച്ചത് ആൾക്കാരോട്. അവിടുത്തെ മനുഷ്യന്മാരോടും അവിടെ താമസിക്കുന്ന മനുഷ്യന്മാരെ ഇറക്കി വിടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കി വിട്ടത് ഇതേ ബുൾഡോസറാണ് അവിടെയും വന്നത്. നമ്മൾ യോഗിൻ്റെ അവിടെ മാത്രമല്ല ഈ ബുൾഡോസർ കാണുന്നത്, യലഹങ്കയിൽ കാണുന്ന മാത്രമല്ല ബുൾഡോസർ കണ്ടത്. 2008 ഈ കേരളത്തിൽ മൂലംപള്ളിയിൽ ഇതേ ബുൾഡോസർ വന്നിട്ട് അവിടെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സെലസ്റ്റീൽ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വീടിന് നേരെയാണ് ആദ്യം ബുൾഡോസറിൻ്റെ കൈ എത്തിച്ചേരുന്നത്. ആ വീട് ഇതേപോലെ മനുഷ്യരെ ഈ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് വീടുകൾ പൊളിച്ചെറിഞ്ഞു. വൃദ്ധരെ, സ്ത്രീകളെ ഒക്കെ അപമാനിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെയും നമ്മൾ കാണേണ്ടത് MM മണിയുടെ എന്തൊരു പരാമർശം ഉണ്ടല്ലോ, അത് മൂന്നാർ പൊമ്പളൈ സമര കാലഘട്ടത്തിൽ, പൊമ്പളൈ സമര കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഈ ആളുകളെ ആക്ഷേപിക്കും. ഇത് വി എസിൻ്റെ കാലത്ത് ഇതേ സംഭവം നടന്ന് ആളുകളെ മൂലംപള്ളിയിൽ മനുഷ്യന്മാരെ നിഷ്ഠൂരം ഇറക്കി വിട്ടതാണ്. അപ്പോഴൊന്നും ആളുകൾക്ക് ഈ ഒരു വേദന തോന്നിയില്ല. ഇതിൽ വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പൊമ്പളൈ സമരത്തെ പറ്റിയൊക്കെ ആളുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ഈ നാട്ടിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകളുടെ സമരങ്ങളുണ്ടാവും പലതരത്തിൽ. അപ്പോൾ പൊമ്പളൈ സമരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ള ശ്രദ്ധേയമായ സമരങ്ങളിലൊന്നാണ്. ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന സ്ത്രീകളുടേതായ ഒരു കൂട്ടായ്മയിൽ ഒരു സമരം നടന്നപ്പോൾ ആ സമരം പൊളിക്കാൻ വേണ്ടി പോയി മാത്രമല്ല, ആ സമരത്തിൽ നേതൃത്വം നൽകുന്ന സ്ത്രീകളെപ്പറ്റി വളരെ കേട്ടാൽ അറക്കുന്ന, കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതായത് മൂലംപള്ളിയിലെ സമരക്കാരെ എന്താക്കി മാറ്റി? അവർ കിടപ്പാടം നഷ്ടപ്പെട്ട മനുഷ്യന്മാർക്ക് അവരുടെ അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി കിട്ടാത്തതിൽ സങ്കടപ്പെട്ട് സമരം ചെയ്ത് അവിടെ മറൈൻ ഡ്രൈവിൽ സമരത്തിന് പോയ കുടികെട്ടി താമസിക്കുന്ന മനുഷ്യന്മാരോട് ഷെഡ് കെട്ടി സമരം ചെയ്ത ആൾക്കാരെ മാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. മലബാറിൽ അങ്ങനത്തെ കുറേ സമരങ്ങൾ, മലബാറിലെ സമരങ്ങൾ ഇപ്പോൾ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ മലബാറിൽ ധാരാളം സമരങ്ങൾ. ഇപ്പോൾ UDF ഭരണകാലഘട്ടത്തിൽ നമുക്കറിയാം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് വലിയ സമരം ഉണ്ടായി. അതിന് ഭൂമി എടുക്കുന്നതിനെതിരെ സമരം ഉണ്ടായി. ആ സമരത്തിലൊക്കെ എല്ലാ വിഭാഗം ആളുകളുണ്ടായിരുന്നു.
ദേശീയപാതയ്ക്ക് വേണ്ടി ദേശീയപാതയ്ക്ക് ഭൂമി എടുക്കുന്നത് തടയാൻ CPM-കാരുണ്ടായിരുന്നു, നക്സലൈറ്റുകളുണ്ടായിരുന്നു, എല്ലാ വിഭാഗം ആളുകൾ അത് എഫക്റ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ, ആ പ്രദേശത്തെ ആൾക്കാർ, എല്ലാ ആൾക്കാരും കക്ഷികളും ഉണ്ടായിരുന്നു. വിവിധ കക്ഷികളും ഒരു കക്ഷികളിലും പെടാത്ത ആളുകൾ. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ആളുകളുടെ ലീഡർഷിപ്പുകൾ ഉണ്ടാവും, പങ്കാളിത്തം ഉണ്ടാവും. ആ തരത്തിൽ അത് ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട സമരങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഗെയിൽ പൈപ്പിനെതിരായ, ഇപ്പോൾ ഗെയിൽ പൈപ്പിനെതിരായ വമ്പിച്ച പ്രചരണം നടക്കുന്നത് വാതക ബോംബാണ് എന്നൊക്കെ പറഞ്ഞ് CPM-ൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുള്ളതാണ്. CPM-കാർ P. രാജീവൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള സമരങ്ങൾ നടന്നു. അതേ സമരം CPM അധികാരത്തിൽ വന്ന സമയത്ത് അതെ സമരം ചെയ്യുന്നവരെ തീവ്രവാദികൾ, സമരം ചെയ്യുന്ന ആൾക്കാർ തീവ്രവാദികൾ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് താമരശ്ശേരിയിലൊരു സമരം നടക്കി, ഫ്രഷ് കട്ട്. അതൊക്കെ ഇപ്പോൾ എന്താണ് പറയുക, ഒരു ദേശത്തെ മനുഷ്യന്മാർ അവരുടെ സാധാരണ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ നിത്യജീവിതത്തെ മലിനമാക്കുന്ന രീതിയിൽ, മലിനമാക്കുക മാത്രമല്ല, ഈ സ്ഥാപനം അവിടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ആ പരിസരത്തുള്ള വീടുകളിൽ കല്യാണ ആലോചന വരെ പോയി. പിന്നെ അവിടുത്തെ ഭൂമിക്ക് വില കുറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ അവിടുത്തെ മുഴുവൻ ജനങ്ങളുമാണ്, അതിൻ്റെ ചുറ്റുവട്ടം താമസിക്കുന്ന കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള മനുഷ്യർ കൂടി ചേർന്ന് ഒരു ജനകീയമായ ഒരു പ്രതിരോധം, ഇത് കേരളത്തിൽ നാനാഭാഗത്ത്, ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു മാലിന്യ സംസ്കരണം നടക്കുന്ന കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിൻ്റെ ഇത് നടക്കുമ്പോൾ എതിരെ സമരം ചെയ്യുന്ന അവിടെ ചുറ്റുപാട് ആണാണോ താമസിക്കുന്നത് അവരായിരിക്കും സമരം ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയിട്ട് അവിടെ അവരുടെ ജാതി മതമൊക്കെ നോക്കി, എന്നിട്ട് എന്താണ് ഭീകരവാദികൾ, തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം ഈ കോഴിക്കോട് രണ്ട് ഡെപ്യൂട്ടി മേയർ തോൽക്കാൻ തന്നെ കാരണം അതാണ്. യഥാർത്ഥത്തിൽ കോഴിക്കോട് വെള്ളയിൽ, അതുപോലെ തന്നെ പള്ളിക്കണ്ടി, കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ 2 സ്ഥലങ്ങളാണ് വെള്ളയിൽ പ്രദേശത്ത്. അവിടെ 2 സ്ഥലത്തിനും എന്ത് ചെയ്തത്, ശുചിമുറി മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ അതിനു മുമ്പ് അതിനേക്കാൾ മികച്ച നല്ല സ്ഥലങ്ങളുണ്ട്. ഇത് പാരിസ്ഥിതികമായ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ്. കടലിനോട് ചേർന്ന്, തോടിനോട് ചേർന്ന്, കല്ലായി പുഴയോട് ചേർന്നൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒന്നും ഇത്തരം ശുചിമുറി മാലിന്യ സംസ്കരണ പദ്ധതികൾ പാടില്ല എന്ന് CRZ-ൻ്റെയും മറ്റും ഇനി ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട രേഖകൾ പോലും സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും ഈ 2 സ്ഥലത്തേക്ക് ഈ പ്ലാന്റ് വന്നപ്പോൾ വളരെ സ്വാഭാവികമല്ലേ, ഏത് ദേശത്ത് കൊണ്ടുവന്നാലും അവിടുത്തെ ആൾക്കാർ അതിനെപ്പറ്റി കൺസേൺ ആവില്ലേ? അപ്പോൾ അതിന് ചുറ്റുപാടുമുള്ള ആൾക്കാർ പ്രതിഷേധ ശബ്ദം ഉണ്ടാവില്ലേ? ആ പ്രതിഷേധ ശബ്ദം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ താടി നോക്കി, ഡ്രസ്സ് നോക്കി ഈ ആളുകളെ തീവ്രവാദികളും ഇവരൊക്കെ വേഷം കണ്ടാൽ അറിയാം എന്ന് മോദി പറഞ്ഞതുപോലെ കേരളത്തിൽ ഉണ്ടായല്ലോ. എന്നിട്ട് ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നിട്ടും അവിടുത്തെ ആളുകൾ പോരാടി നിന്നു, ഈ ആക്ഷേപങ്ങൾ കേട്ട് പോരാടി നിന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുകയും ആ രീതിയിൽ സംസാരിക്കുകയും ചെയ്ത ആളെ നാട്ടുകാർ തോൽപ്പിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തീവ്രവാദികൾ, ഭീകരവാദികൾ, നുഴഞ്ഞുകയറ്റക്കാർ, നക്സലൈറ്റുകൾ തുടങ്ങിയിട്ട് അത് എല്ലാവർക്കും ഇല്ലാന്ന് തോന്നുന്നു. കാരണം താമരശ്ശേരിയിൽ നമ്മുടെ കസ്തൂരി രംഗൻ ഇതിൻ്റെ പേരിൽ ഒരു എല്ലാ വിഭാഗത്തിനും നേരെയില്ല. അത് നേരെ ഒരു സർക്കാർ ജീപ്പ് കത്തിക്കുകയും ചെയ്തു. അതെ കേസ് പോലും ഇപ്പം നിലവിലില്ല. ഇതിപ്പോ വിഴിഞ്ഞത്തും അങ്ങനെ ഉണ്ടായല്ലോ. ഇതിപ്പോ വിഴിഞ്ഞത്ത് കോടികളുടെ നഷ്ടമുണ്ടായ വലിയ സമരങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമരങ്ങളൊക്കെ നടത്തുമ്പോൾ സമരം നടത്തുന്ന ആൾക്കാരുടെ വേഷം നോക്കിയിട്ടാണ് തീരുമാനങ്ങളും ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഒറ്റ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് അവിടെ ആ ആളുകളെ അടിച്ചോടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നിട്ടില്ല. അല്ല, അവിടെ ഇപ്പം BJP ഗവൺമെൻറ് ആണെങ്കിൽ, ഇപ്പോൾ കർണാടകയിൽ BJP ഗവൺമെൻറ് ആണെങ്കിൽ പൊതുവെ പറയാൻ വെച്ചാൽ ഇതിന് പിന്നിൽ വിദേശ ശക്തികളാണ്, തീവ്രവാദികളാണ്. അതേസമയം അതേ സാധനം കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഗവൺമെൻറ് അതേ വാക്കുകൾ ഉപയോഗിക്കാം, തീവ്രവാദികളാണ്. ഇപ്പോൾ പിണറായി വിജയൻ നേതൃത്വത്തിൽ ഒരു ജാഥ നടന്നല്ലോ, എല്ലാ മന്ത്രിമാരും കൂടി ചേർന്നിട്ടുള്ളൊരു ബസ്സിലോ യാത്ര, നവകേരള യാത്ര. ആ നവകേരള യാത്ര ഗവൺമെൻറ് പരിപാടിയാണ്, ഇടതുപക്ഷ മുന്നണീൻ്റെ പരിപാടിയല്ല, പൊളിറ്റിക്കൽ പരിപാടിയല്ല, ഗവൺമെൻറ്റിൻ്റെ പരിപാടി. അതിൻ്റെ ചെലവ് മുഴുവനും വഹിക്കുന്നത് ഗവൺമെൻറ്റാണ്.
ഇപ്പം ഗവൺമെൻറ്റിൻ്റെ പരിപാടി, ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരെല്ലാവരും പോകുന്ന സമയത്ത് ഒരു കരിങ്കൊടി കാണിക്കാനോ ഒരു പ്രതിഷേധിക്കാനോ ഉള്ള അവകാശം വളരെ ജനാധിപത്യപരമായ ഒരു അവകാശമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കരിങ്കൊടി കാണിക്കാൻ ആരെങ്കിലും ഇവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലീസ് തടയുന്നതോ ഉദ്യോഗസ്ഥന്മാർ തടയുന്നതോ ഇനിയിപ്പോൾ ലാത്തി ചാർജ് നടത്തുന്നതോ പോലും നമുക്ക് മനസ്സിലാക്കാം. DYFIക്കാരും CITUക്കാരും വന്ന് ആളുകളെ സമരക്കാരെ അടിച്ചോടിക്കുക എന്ന് പറയുന്നത്, എന്നിട്ട് അതിന് മുഖ്യമന്ത്രി ന്യായീകരിക്കുക, സുരക്ഷ ഒരുക്കണം. ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവിടുത്തെ ജനങ്ങൾ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന രീതിയിൽ എത്തിച്ചേർന്നത്. ബംഗാൾ നന്ദിഗ്രാമിലും സിംഗൂരിൽ നടന്നു. നന്ദിഗ്രാമിലെ സംഭവം എന്ന് പറയുന്നത് അതിന് സമാനമായൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലില്ല. അത്രയും നിഷ്ഠൂരമായ രീതിയിൽ 10,000 ഏക്കർ ഭൂമിയാണ് പ്രത്യേക വ്യവസായ സോൺ എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി ബുദ്ധദേവ് ഭട്ടാചാര്യ തീരുമാനിച്ച് നന്ദിഗ്രാമിൽ. അവിടുത്തെ കൃഷിഭൂമിയാണ്, അത് മുഴുവനും കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ നിന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ടായി. ഇത്തരം റെസിസ്റ്റൻസുകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായത് ഈ രാജ്യത്ത്. ലോകത്തുണ്ടായത് അങ്ങനെയാണ്. ബംഗാളിലും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അതുവരെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെ ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസുകൾ വളർത്തിക്കൊണ്ടുവന്ന് തൊഴിലാളികളുടെയും കർഷകരുടെയും പ്രതിരോധങ്ങളിലൂടെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നത്. നന്ദിഗ്രാമിൽ 10,000 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ഒരു രാസവസ്തു കമ്പനിക്ക് കൊടുക്കാൻ, സലീം ഗ്രൂപ്പിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. മുഴുവൻ കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ആളുകൾക്കിടയിൽ നിന്ന് പ്രതിഷേധം ഉണ്ടായി. ആ പ്രതിഷേധം വളർന്ന് ആ പ്രതിഷേധത്തെയും നേരിടാൻ വേണ്ടി 14 ആളുകൾ ആദ്യത്തെ ഒരു ദിവസത്തെ വെടിവെപ്പ് തന്നെ മരിച്ചുപോയി. 100 ആളുകളെങ്കിലും കാണാതായിട്ടുണ്ട് എന്ന് പറയും. അതിലൊക്കെ ഏറെ 100-300 ആളുകൾ, സ്ത്രീകളെ ഒക്കെ ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവങ്ങൾ വരെ. അവിടെ ഉണ്ടായ സംഭവത്തിലും എന്താ കാണുന്നത്? പോലീസിനെ മാത്രമല്ല, അവിടുത്തെ CPIM പ്രവർത്തകരും ഈ പോലീസിനെയും ഈ ഗവൺമെൻറ്റിനെയും സഹായിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇത്തരം നേതൃത്വം ഏറ്റെടുത്ത് വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് നന്ദിഗ്രാമിലുണ്ടായി. ഈ ഒരു പോലീസും ഗവൺമെൻറ്റും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പാർട്ടി ഏറ്റെടുക്കുക, പാർട്ടിയുടെ ചട്ടുകങ്ങളായി യുവജനങ്ങളൊക്കെ മാറുന്നൊരു സാഹചര്യം, അതാണ് ഈ ഒരു സംഘടന. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? അത് ആ പാർട്ടി തന്നെ 10-35 വർഷം പഠിച്ച ഒരു കേഡർ പാർട്ടി അവിടുന്ന് പൂർണ്ണമായി തന്നെ എന്ന് പറയുന്ന രീതിയിൽ ഇല്ലാതാവാനുള്ള ഒരു സാഹചര്യം. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട. സത്യത്തിൽ ഇവിടെ ഇപ്പോൾ യലഹങ്ക പറയുമ്പോൾ ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. യലഹങ്കയിലുണ്ടായെന്നല്ല, ലോകത്തെവിടെ മനുഷ്യന്മാർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒഴിപ്പിക്കലുണ്ടായാലും അവരെ എന്താ പറയുക, നല്ല രീതിയിൽ പുനരുദ്ധരിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏത് ഭാഗത്തുനിന്ന്, അതിനുള്ള ശബ്ദങ്ങൾ ഉണ്ടാവുന്നതും ഏത് ഭാഗത്തു നിന്നായാലും കേരളത്തിലും ബാധകമാണ്. കേരളത്തിലും ബാധകമാണ് അത്തരത്തിലുള്ള സമീപനം. ഞാൻ പ്രധാനമായി കാണുന്നൊരു കാര്യം, അത് ബാംഗ്ലൂർ, അത് കർണാടക ആയതുകൊണ്ടും സിദ്ധരാമയ്യ ആയതുകൊണ്ടും മാത്രമാണ് അവിടുത്തെ ആളുകൾ നുഴഞ്ഞു കയറ്റക്കാരല്ല. ഇല്ലെങ്കിൽ അവരുടെ എന്ത് നോക്കുന്നുണ്ടാവും? ഇപ്പോൾ അവരുടെ അവർ പൗരന്മാരാണോ, അവരുടെ പൗരത്വം പരിശോധിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിച്ചേരുന്നു. ഭീകരവാദികളായി മാറുമായിരുന്നു. അവരെ കൈകാര്യം ചെയ്യാൻ DYFI ഇറങ്ങുമായിരുന്നു. പിണറായി വിജയനാണ് ബാംഗ്ലൂർ, കർണാടക ഭരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരെ കൈകാര്യം ചെയ്യുക AR റഹീമിൻ്റെ ആൾക്കാരാകുമായിരുന്നു. അതുണ്ടായില്ല എന്നതാണ് ബാംഗ്ലൂർ നൽകുന്ന, യലഹങ്ക നൽകുന്ന, ഈ സംഭവങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. പിന്നെ ഈ വിഷയത്തിൽ, ഈ ബാംഗ്ലൂർ വിഷയത്തിൽ വേറൊരു സംഭവം വെച്ചാൽ, മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് മുസ്ലിങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്നത്. യഥാർത്ഥത്തിൽ അത് മുസ്ലിങ്ങളതിൽ കൂടുതലുണ്ട്. പക്ഷേ ഏത് വിഷയത്തെയും ഒരു മതവൽക്കരിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു സമീപനം, അത് വളരെ CPM എല്ലാ വിഷയത്തെയും കാണുന്നത് വളരെ സാമുദായികമായിട്ടാണ്, വർഗീയമായിട്ട്. വർഗീയ മുതലെടുപ്പിന് എവിടെ ചാൻസ് ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഇപ്പോൾ യലഹങ്ക വിഷയത്തിൽ അവിടുത്തെ സാധാരണ മനുഷ്യർ, ദരിദ്രരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി CPM മുൻകൈയായിട്ട് മുഖ്യമന്ത്രി ഇറങ്ങുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഇന്ത്യയിൽ എവിടെയും നടക്കുമ്പോൾ, UP യിലൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇടയ്ക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലെങ്കിലും ഇടണം, സത്യത്തിൽ ഇടണം. പക്ഷേ
ഇവിടെ എന്താ സംഭവിക്കുന്നത്? മുസ്ലിങ്ങൾ എന്നതാണ് ഇവിടേക്ക് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ ദലിതരുണ്ട്, മറ്റു മനുഷ്യന്മാരുണ്ട്, പല രീതി ചെയ്യും. അവിടേക്ക് 2 ആളുകളെ പറഞ്ഞയക്കുന്നു പാർട്ടി. റഹീം പോകുന്നത് മനസ്സിലാക്കാം, അയാൾ പിന്നെ അഖിലേന്ത്യാ DYFIൻ്റെ പ്രസിഡൻ്റാണ്, KT ജലീലിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ മുസ്ലിം വിഷയം ഉണ്ടാകുമ്പോൾ മാത്രം അതിനെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അല്ല, മുസ്ലിം വിഷയം എന്നുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ വർഗീയവൽക്കരിക്കാൻ, മുസ്ലിം വിഷയമാക്കി മാറ്റാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ, വർഗീയവൽക്കരിക്കാൻ കഴിയുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടേക്ക് KT ജലീൽ എന്നൊരു സ്ഥിതിയുണ്ട്. ഇതുവരെ ഒരു ഒന്നുമില്ലാതെ പരലോകത്തേക്ക് പോകാനുള്ള മനുഷ്യന്മാരെ ഇഹലോകത്തും പരലോകത്തും ഗുണമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നൊക്കെ വിശേഷിപ്പിച്ച് വളരെ സാമുദായികവൽക്കരിച്ച ഒരാൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ. അപ്പോൾ അതൊക്കെ വിഷയങ്ങളെ സാമുദായികവൽക്കരിച്ചില്ല, അതിന് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രീതിയാണ്. അതാണ് CPM ചെയ്യുന്നത്. ഈ വിഷയങ്ങളെ, അതായത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ തന്നെ, ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പ് നോക്കിയാലറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത്, ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്നത്. അതിന് മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP കോൺഗ്രസ് സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ BJPയെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ, ആ ഒരു സഖ്യത്തെ, അങ്ങനെ ഒരു ധാരണയെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ ഈ നിരന്തരമായി ജമായത്ത് എന്ന് മുഖ്യമന്ത്രി ഈ തൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയേണ്ട ആളല്ലേ? അതാണ് മുഖ്യ വിഷയമെങ്കിൽ തൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രം അതിലേക്ക് അജണ്ട കൊണ്ടുവരേണ്ട ഒരാൾ ആരും ചോദിക്കാതെ പോലും ജമായത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയെ, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയെ വർഗീയവൽക്കരിക്കുക എന്നത് CPM ആണ് ചെയ്തത്. അതിൻ്റെ ഫലം അവർക്ക് അനുകൂലമായില്ല എന്നേ ഉള്ളൂ. ഇനിയും അതേ തന്ത്രം ഉപയോഗിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് തന്നെയാകും CPM നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കാൻ പോകുന്നത്. ബാംഗ്ലൂർ അതിൻ്റെ ഒരു സൂചനയാണ്.